ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. DKS എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 1 അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണനാണ് പടത്തിൽ മ്യൂസിക് ചെയ്യുന്നത്, സുപ്രീം സുന്ദറാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത്, റസൂൽ പോക്കറ്റാണ് ഇതിന്റെ സൗണ്ട് ഡിസൈനിങ്. പിന്നെ പടത്തിൽ മെയിൻ ആയിട്ടുള്ള ആള് നായകനായി എത്തുന്നത് സുരേഷ് റൈന എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, അറിയാലോ. പിന്നെ ഗാങ് ബി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോന്റെ പോസ്റ്റർ കണ്ടിട്ടുള്ളത് എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ രാജ്ബി ഷെട്ടിയിലെ റക്കാസ പുറതുൽ എന്ന് പറഞ്ഞിട്ട് പടത്തിന്റെ ഒരു പോസ്റ്റർ കുറച്ച് മുന്നേ വന്നിരുന്നു. ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ രാജ്ബി ഷെട്ടി എന്നുള്ള രീതിയിൽ. എന്തായാലും ഒക്കെ ഞാൻ സ്ക്രീനിൽ എടുക്കാം. രണ്ടിലും തീൻ്റെ റെഫറൻസ് ആണ് കൂടുതലായിട്ട് കാണാനുള്ളത്. പിന്നെ കാട്ടാളം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഹനാൻഷ ഓൺബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടത്തിന്റെ ശിവണ്ണന്റെ ലുക്ക് വരാൻ പോവാണ് 3 ദിവസത്തിന്റെ ഉള്ളിൽ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ F1 എന്ന് പറഞ്ഞിട്ടുള്ള പടം കേരളത്തിൽ നിന്ന് ഏകദേശം 4.40 കോടിയുടെ അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട്. ഏകദേശം 5 കോടി എത്താനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. നല്ല അഭിപ്രായമാണ് പടത്തിന്, അതുകൊണ്ട് തന്നെ 5ന്റെ അടുത്തേക്ക് എത്താനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ നോബിളിനെ വെച്ചിട്ടെടുത്തിട്ടുള്ള പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഈ ഓഗസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. സെപ്റ്റംബർ 26 പടത്തിന്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കേരള ക്രൈം ഫയൽസ് ഡയറക്ട് ചെയ്ത 2 ആൾക്കാരുണ്ട്. ആ 2 ആൾക്കാർ അടുത്തായിട്ട് അർജുൻ ദാസിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത് രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ മോക്ഷ ആർട്സിന്റെ ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് 4-5 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗവി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ മന്ദാകിനി എന്ന് പറഞ്ഞിട്ടുള്ള അൽത്താഫ് സലീമും അനാർക്കലി മരക്കാരും അഭിനയിച്ച പടമാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ഇവർ കൂടാതെ ഇതിൽ ജോമോൻ ജ്യോതിർ ഉണ്ട്, കിളിപോൾ ഉണ്ട്, അസീസ് നെടുമങ്ങാട് ഉണ്ട്, അന്നപ്രസാദ് ഉണ്ട്. ഇവരൊക്കെയാണ് മെയിനായിട്ട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡബിൾ ഗെയിം എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വിജയ് സേതുപതി ആയിരുന്നു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് താങ്ക് യു പറഞ്ഞിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മിഡിൽ ഫിംഗർ വാസിയെ മാൻ എന്നുള്ള രീതിയിൽ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എന്തോ ഒരു അനൗൺസ്മെന്റ് ഈ 9-ാം തീയതി ഉണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. സിതാര എന്റർടൈൻമെന്റ്സ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മായ ചേസാവെ എന്ന് പറഞ്ഞിട്ടുള്ള പടം റീ റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മൂൺ വാക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ 2 days പോസ്റ്റർ കണ്ടിട്ടുണ്ട്. വേറെ നല്ല ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് 8-ാം തീയതി പുറത്തിറങ്ങാൻ പോവാണ്, ജൂലൈ 8-ാം തീയതി എന്ന് വെച്ചാൽ നാളെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും വന്നിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞ 2 ദിവസം കൊണ്ട് 10.86 കോടിയാണ് നേടിയിട്ടുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞ പടത്തിന് OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. അത് ഏകദേശം 25 കോടിക്കൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പടം ഗംഭീരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിഭരംഗനാഥന്റെ വരാനുള്ള പടമാണ്. വെല്ലേക്ക് എന്ന് പറഞ്ഞ പടത്തിന് ശേഷമായിരിക്കും വരിക. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞ പടത്തിന്റെ 4 days പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഇന്നലെ വന്ന പോസ്റ്ററാണ്. പിന്നെ ദുരന്തരം എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. രൺവീർ സിംഗ് ആണ് പടത്തിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. ഒരു വലിയ കാസ്റ്റ് അടങ്ങുന്ന ഒരു പടമാണ്. എന്തായാലും ഇതിൽ മെയിൻ നായിക എത്തുന്നത് സാറാ അർജുനാണ്. എന്നുവെച്ചാൽ ആൻമേരിയ കൽപ്പിലാണ് ദൈവ തിരുമകൾ ഈ പടത്തിലൊക്കെ അഭിനയിച്ച ആള്. പൊന്നിയിൻ സെൽവനിലും ഉണ്ടായിരുന്ന ആളടക്കമൊക്കെ കാണാൻ കിട്ടുള്ളൂ. എന്തായാലും പടം ഡിസംബർ 5-ാം തീയതി റിലീസ് ആവുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പ്രഭാസിന്റെ രാജാസബ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒപ്പം ക്ലാഷ് റിലീസ് ആയിരിക്കും. അപ്പോൾ പിന്നെ പൃഥ്വിരാജ് അടുത്തായിട്ട് ഖലീഫ എന്ന് പറഞ്ഞ പടത്തിൽ ജോയിൻ ചെയ്യാൻ പോകാന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. 10 ദിവസത്തെ ഷൂട്ടിനാണ് അല്ലെങ്കിൽ 10 ദിവസത്തെ ഒരു ഷെഡ്യൂളാണ് അതിൽ നടക്കാൻ പോകണമെന്നുള്ള കേൾക്കുന്നുണ്ട് ദുബായിൽ വെച്ചിട്ട്. അതിന്റെ മുന്നായിട്ട് ആള് SSMB 29 ഒരു 20 ദിവസത്തെ ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ചേരുമെന്നുള്ളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം നടക്കാൻ പോകണമെന്നുള്ളത്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷ്യന്റെ പടം ഇത് മോഹൻദാസ് എടുക്കുന്നതാണ്. ഈ പടത്തിൽ മ്യൂസിക് എന്ന് അനിരുദ്ധായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വേറെ ലെവലായി വരട്ടെ. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ 2026 ദിവാലിക്ക് പുറത്തിറങ്ങാൻ പോകുന്ന പടത്തിന്റെ ബഡ്ജറ്റ് 900 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി സെക്കൻഡ് പാർട്ട് 2027 ദിവാലിക്ക് വരുന്ന പടത്തിന്റെ ബഡ്ജറ്റ് 700 കോടിയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും രണ്ടും കൂടിയിട്ട് 1600 കോടിയാണ് പടത്തിന്റെ ബഡ്ജറ്റായി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും വേറെ ലെവലൊന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വിക്രം വേദ എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ആൾ പുഷ്കറും ഗായത്രിയും ഇവരടുത്തായിട്ട് ഒരു പടം എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിൽ ശിവകാർത്തികനായിരിക്കും നായകനായി എത്തുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും എപ്പോൾ വരും എന്നുള്ളതെന്ന് അറിയില്ല. ശിവകാർത്തികന്റെ ഓൾറെഡി കുറേ പ്രൊജക്ട്സ് പെൻഡിങ്ങിലുണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ അല്ലർജുന്റെ 22-ാമത്തെ പടം അറ്റിലെടുക്കുന്ന പടമാണ്. ഈ പടത്തിൽ നായികയായിട്ട് മൃണാൽ താക്കൂറും വരുന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു ഗ്ലിംസ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഗ്ലിംസ് ഓഗസ്റ്റ് 1-ാം തീയതി മൃണാൽ താക്കൂറിന്റെ ബർത്ത്ഡേ ആയിട്ട് പുറത്തിറക്കി വിടാനാണ് നോക്കണമെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. മിക്കവാറും ആ ഡേറ്റിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നെസ്ലിന്റെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ടിക്കറ്റൊക്കെയാണ്. എന്നുവെച്ചാൽ ആസിഫ് അലിയാണ് പടത്തിൽ മെയിൻ കഥാപാത്രം വരുന്നത്. പക്ഷേ നെസ്ലിലുണ്ട് പടത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിനുശേഷം അമൽനീരത് നെസ്ലിനെ വെച്ചിട്ടൊരു പടം എടുക്കുന്നുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. അമൽനീരത് മോഹൻലാലിനെ വെച്ചിട്ടൊരു പടം എടുക്കുന്നത് കേട്ടിരുന്നു. അതിൻ്റെ മുന്നായിട്ട് എടുക്കാൻ പോകുന്ന പടമാണ് ഇത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതൊരു ചെറിയ പടമായിരിക്കും എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ മമ്മൂട്ടി MMN എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബറിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും 40 ദിവസത്തെ ഷൂട്ടാണെങ്കിൽ ബാക്കിയുള്ള ആളുടെ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. ഓൾറെഡി ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഈ കൊച്ചിയിലത്തെ ഷെഡ്യൂള് അത് ഇന്നോ നാളായിട്ട് തുടങ്ങുന്നുള്ളതൊക്കെ കേട്ടിരുന്നു. എന്തായെന്നുള്ള അറിയത്തില്ല. പിന്നെ ഇപ്പോൾ കാണിച്ച കൂലിയുടെ പോസ്റ്റാണെന്നുള്ള വിചാരിക്കുന്നു വേണ്ട. ഇത് മമ്മൂട്ടിയുടെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റാണ്. കൂലിയുടെ അമീർ ഖാന്റെ പോസ്റ്ററായിട്ട് മാച്ച് ചെയ്തുള്ള രീതിയിൽ എന്തായാലും ഗംഭീരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് കാണിച്ചത്. പിന്നെ മമ്മൂട്ടിയുടെ റിലീസിന് എത്താൻ പോണ പടമാണ് കളംകാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം സെപ്റ്റംബർ 26-നായിരിക്കും റിലീസ് എത്താനുള്ള കേൾക്കുന്നുണ്ട് ഈ വർഷം. എന്തായാലും അതും വരട്ടെ. വിനായകനാണ് പടത്തിൽ നായകനായി എത്തുന്നത്. മമ്മൂട്ടി വില്ലനായിട്ടാണ്. തകർക്കാനുള്ള പടമാണ്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയത് ദുൽഖർ സൽമാന്റെ ആദ്യമായിട്ട് ആളുടെ കരിയറിൽ 100 കോടി നേടിയ പടമാണത്. എല്ലാ സ്ഥലത്തും ഹിറ്റായ പടമാണത്. എന്തായാലും ഈ പടത്തിൻ്റെ 2ാം ഭാഗം ഉണ്ടാവുന്നുള്ള വെങ്കിയാറ്റിലൂർ കൺഫേം ചെയ്തിട്ടുണ്ട്. ആളുടെ പടങ്ങളിൽ സീക്വലായിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗം മാത്രമേ ഉള്ളൂ എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഫസ്റ്റ് പാർട്ടിനായിട്ട് ഗംഭീരമായി വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.